പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക് പോവുകയാണോ എന്ന ആശങ്ക ഉയരുകയാണ്. സമാധാനവും സംഘർഷവും മാറി മാറി പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ലോകവേദിയിൽ ആരും കണക്കിലെടുക്കുന്നില്ല എന്ന് വ്യക്തമായി പറയാം. ഓഹരി വിപണിയെ സന്തോഷിപ്പിക്കാൻ നടത്തുന്ന ചില പരാമർശങ്ങൾ എന്നതിനപ്പുറം യുദ്ധം നിർത്തുന്നതിൽ ട്രംപിന്റെ ആത്മാർത്ഥതയിൽ ആർക്കും വിശ്വാസമില്ല. പക്ഷേ ട്രംപിന്റെ പരസ്യ പ്രസ്താവനകൾ മാത്രമേ അവിശ്വസിക്കേണ്ടതായുള്ളൂ. ട്രംപിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിന് യുദ്ധം തുടരാൻ താല്പര്യമില്ല എന്നാണ്. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നുണ്ട് എങ്കിൽ മാത്രമേ യുദ്ധം പുനരാരംഭിക്കൂവെന്ന് ട്രംപ് പറഞ്ഞതായാണ് പുതിയ റിപ്പോർട്ടുകൾ. വാൾസ്ട്രീറ്റ് ജേണലിലെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ നേരിട്ട് അമേരിക്കൻ സൈന്യത്തിന് നാശനഷ്ടങ്ങൾ വരുത്തിയാൽ മാത്രമേ വെടിനിർത്തൽ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് പരിഗണിക്കൂ. പ്രാദേശിക യുദ്ധം ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ പരിമിതമായ ഏറ്റുമുട്ടലുകൾ സ്വീകാര്യമാണ് എന്നാണ് വൈറ്റ് ഹൌസിൽ നിന്നുള്ള സൂചന. ഇറാന്റെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ ട്രംപിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. വെടിനിർത്തലിന്റെ ദീർഘകാല പ്രായോഗികതയെക്കുറിച്ച് അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ തന്നെ ആശങ്കകൾ ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഇറാനുമായുള്ള യുദ്ധം തുടരാൻ ട്രംപിന് കഴിയില്ല. യുദ്ധാധികാര പ്രമേയം പ്രതിനിധി സഭ അംഗീകരിച്ചതിനാൽ യുദ്ധം നിർത്താൻ ട്രംപിന് സമ്മർദ്ദം കൂട്ടുന്നുമുണ്ട്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സംഘർഷ സാധ്യത ഉയർന്ന നിലയിലാണ്. വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചതായി ഇരുപക്ഷവും പരസ്പരം ആരോപിക്കുകയും ചെയ്യുന്നു. അപ്പോഴും ഒരു സംഘർഷം ഒഴിവാക്കാനുള്ള ട്രംപിന്റെ താല്പര്യമാണ് ഈ നിലപാടിലൂടെ പുറത്തു വരുന്നത്. അതേസമയം യുദ്ധം പുനരാരംഭിക്കാൻ ഇതൊരു നല്ല കാരണമായി കാണുന്നുവെന്നാണ് ട്രംപ് പരസ്യമായി പറഞ്ഞത് എന്നതും ഓർക്കണം. ഇറാന്റെ സൈനിക ശേഷിയെ അംഗീകരിക്കാനും ട്രംപ് തയ്യാറായില്ല. അവർക്ക് നാവികസേനയോ വ്യോമസേനയോ ഇല്ല എന്നും അവരുടെ നേതൃത്വത്തെ ഞങ്ങൾ ഇല്ലാതാക്കി എന്നുമാണ് ട്രംപിന്റെ അവകാശവാദം. അവർക്കുണ്ടായിരുന്ന 159 കപ്പലുകളും കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്നു. അവയുടെ ഫോട്ടോകൾ എടുത്തിട്ടുണ്ട് എന്നും ട്രംപ് വീരവാദം മുഴക്കുന്നുണ്ട്. ഇറാനിയൻ ശക്തിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യാജ വാർത്ത എന്ന് തള്ളിക്കളഞ്ഞ ട്രംപ് ഇറാനിയൻ വിജയത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങളെ അവിശ്വസനീയം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതും ഇറാന്റെ ആണവ പദ്ധതി പൊളിച്ചു മാറ്റുന്നതും സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ശേഖരം ഇല്ലാതാക്കുന്നതും ഉൾപ്പെടെ ഒരു സമഗ്ര കരാർ സാധ്യമാണ് എന്ന് ട്രംപ് ഇപ്പോഴും പരസ്യമായി വാദിക്കുന്നു. അതേസമയം ഒരു അന്തിമ ഒത്തുതീർപ്പിലേക്ക് എത്തുന്നതിന് തിടുക്കം കൂട്ടുന്നില്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. ഏകദേശം 60 ദിവസത്തേക്ക് ചർച്ചകൾക്കുള്ള ഒരു ധാരണാപത്രത്തിനായി US ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. വെടിനിർത്തൽ നിലനിൽക്കുമ്പോൾ തന്നെ ഇറാനിൽ പലതവണ ആക്രമണം നടത്തി. ഇറാൻ തിരിച്ചടിച്ചു. അത് ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം നടത്തിക്കൊണ്ട്. അമേരിക്ക നിർത്തിയെങ്കിലും ഇറാൻ ആക്രമണം തുടരുന്നു എന്ന് വേണം കരുതാൻ. യുദ്ധം തുടങ്ങുന്നത് നിങ്ങളാണ് എങ്കിലും എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന ഇറാന്റെ മുൻ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. ഒമാനിലെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ മിന അൽ ഫഹാൻ ടെർമിനലിൽ ഉണ്ടായ സ്ഫോടനം ഇറാൻ നടത്തിയതാണ് എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഡ്രോൺ ആക്രമണമാണ് സ്ഫോടനത്തിന് കാരണമായത് എന്നാണ് പ്രാഥമിക നിഗമനം. ടെർമിനലിലെ സിംഗിൾ ബോയ് മൂറിംഗ് അഥവാ SBM ബർത്തുകൾക്ക് സമീപമാണ് സ്ഫോടനമുണ്ടായത് എന്ന് രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് എണ്ണ വിതരണവും കപ്പലുകളിലേക്ക് ഇന്ധനം നിറയ്ക്കുന്നതുമായ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ആക്രമണം എപ്പോഴാണ് നടന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. സ്ഫോടനത്തെ തുടർന്ന് നിരവധി സൂപ്പർ ടാങ്കറുകൾ തുറമുഖത്തിന് പുറത്ത് കടലിൽ നങ്കൂരമിട്ടു. സംഭവത്തെക്കുറിച്ച് ഒമാൻ ഔദ്യോഗികമായി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുമില്ല. ഒമാൻ ഉൾക്കടലിലെ ഇറാൻ പ്രദേശത്ത് കൺട്രോൾ ആൻഡ് കമാൻഡ് സെന്ററായി ഉപയോഗിച്ച US സൈനിക കപ്പലിനെ ടെഹ്റാൻ ലക്ഷ്യമിട്ടിരുന്നു. പക്ഷേ US സെൻട്രൽ കമാൻഡ് ഇത് നിഷേധിച്ചിട്ടുണ്ട്. കീഴടങ്ങൽ വ്യവസ്ഥകളായി ഇറാൻ കാണുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അമേരിക്ക സമ്മർദ്ദം തുടർന്നാൽ യുദ്ധം ഒഴിവാക്കാനാവില്ല എന്ന് ഇറാൻ സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഇറാനെതിരായ സൈനിക പ്രവർത്തനങ്ങൾ തുടരാനുള്ള അധികാരം പരിമിതപ്പെടുത്തുന്ന നടപടിയെ പിന്തുണച്ച US കോൺഗ്രസിലെ അംഗങ്ങളെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാനിൽ നിന്ന് ഈ അഭിപ്രായങ്ങൾ വന്നത് എന്നാണ് റിപ്പോർട്ട്. കീഴടങ്ങൽ സംഭവിച്ചില്ല എങ്കിൽ യുദ്ധം കാത്തിരിക്കുന്നു. അതേസമയം തങ്ങളുടെ എല്ലാ ആയുധങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നും അവ ഉപയോഗിച്ച് ഇറാന് യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയുമെന്നും മുതിർന്ന ഇറാനിയൻ കമാൻഡറായ മുഹമ്മദ് ജാഫർ അസാദി പറഞ്ഞു. സാധാരണ സായുധ സേനയെയും ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോപ്സിനെയും ഏകോപിപ്പിക്കുന്നത് മുഹമ്മദ് ജാഫർ അസാദിയാണ്. അതിനാൽ കമാൻഡറുടെ വാക്കുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് പ്രതിരോധ വിദഗ്ധർ. ശത്രു യുദ്ധകളത്തിലേക്ക് മടങ്ങിയെത്തിയാൽ യുദ്ധത്തിന്റെ ഭൂമിശാസ്ത്രം, ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്നിവ വ്യത്യസ്തമായിരിക്കുമെന്ന് IRGC വക്താവ് ഹൊസൈൻ മുസബിയും പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ സമ്മർദ്ദം ഉൾക്കൊള്ളാൻ തയ്യാറെടുക്കുന്ന ഒരു രാഷ്ട്രമായിട്ടാണ്
ഇറാനെ ഈ പ്രസ്താവനകൾ ചിത്രീകരിക്കുന്നത്. ആ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ മാത്രമല്ല, പ്രതിസന്ധിയുടെ ഗതി നിയന്ത്രിക്കാൻ കൂടിയാണ് ഇറാൻ സമാധാന ചർച്ചകൾ ഉപയോഗിക്കുന്നത് എന്നുകൂടി തെളിയുന്നു. മാസങ്ങൾ നീണ്ട പ്രാദേശിക സംഘർഷങ്ങൾക്ക് ശേഷവും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി. രാജ്യത്തിന്റെ എതിരാളികൾ യുദ്ധകളത്തിൽ പരാജയപ്പെട്ടുവെന്നും ഇപ്പോൾ ഇറാനെ ഉള്ളിൽ നിന്ന് ദുർബലപ്പെടുത്താനാണ് ശ്രമമെന്നും മുജ്തബ ഖമനേയി പറയുന്നു. ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപകൻ റൂഹുല്ല ഖമനേയിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ചും ഒരു പ്രധാന ഷിയ അവധി ദിനത്തോടനുബന്ധിച്ചും നടന്ന ചടങ്ങുകളിൽ ഖമനേയിയുടെ സന്ദേശം വായിച്ചു. ഇതിൽ ദേശീയ ഐക്യത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അദ്ദേഹം. 2025 ജൂണിൽ ഇസ്രയേലുമായുള്ള 12 ദിവസത്തെ സംഘർഷത്തിനും 2026 തുടക്കത്തിൽ രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങൾക്ക് ശേഷം 12 മാസത്തിനുള്ളിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് നേരിടുന്ന മൂന്നാമത്തെ യുദ്ധമായാണ് ഖമനേയി ഇപ്പോഴത്തെ സംഘർഷത്തെ വിശേഷിപ്പിച്ചത്. ഇതിന് ടെഹ്റാൻ യുഎസിനെയും ഇസ്രയേലിനെയും കുറ്റപ്പെടുത്തി. ഐക്യവും ദൃഢനിശ്ചയവും പ്രകടിപ്പിച്ചതിലൂടെ ഇറാനികൾ ശത്രുവിന്റെ തലയ്ക്ക് നല്ല ഒരു വലിയ പ്രഹരം നൽകിയെന്ന് ഖമനേയി ട്രംപിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതിനാലാണ് അദ്ദേഹം ഇപ്പോൾ പരസ്പര വിരുദ്ധമായ വാക്കുകളും അസംബന്ധങ്ങളും പറയുന്നത് എന്നും ഖമനേയി പരിഹസിക്കുന്നു. മുൻ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമനേയിയുടെയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെയും വധം ഭയവും നിരാശയും സൃഷ്ടിക്കുമെന്ന് ഇസ്രയേലും യുഎസും വിശ്വസിച്ചു. ഇറാനിൽ ആധിപത്യം സ്ഥാപിക്കാനും വിഭജിക്കാനും ഇതുവഴി കഴിയുമെന്നും അവർ വിശ്വസിച്ചതായും ഖമനേയി പറയുന്നുണ്ട്. സംഘർഷത്തിനിടെ ഒമാനിലും തുർക്കിയിലും നടന്ന ആക്രമണങ്ങളിൽ ഇസ്രയേലിനെയാണ് ഖമനേയി കുറ്റപ്പെടുത്തുന്നത്. ആക്രമണങ്ങളിൽ ഇറാനും സഖ്യകക്ഷികളായ പ്രാദേശിക ഗ്രൂപ്പുകൾക്കും ഒരു പങ്കുമില്ല എന്നും സയനിസ്റ്റ് ശത്രുവിന്റെ വഞ്ചനയാണ് അതെന്നും മുജ്തബ ഖമനേയി പറയുന്നു. ഇസ്ലാമിക റിപ്പബ്ലിക്കിനും അയൽക്കാർക്കും ഇടയിൽ ഭിന്നത സൃഷ്ടിക്കാൻ ഇസ്രായേൽ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുവെന്നും സമാനമായ പ്രവർത്തനങ്ങൾ മറ്റു രാജ്യങ്ങളിലും സംഭവിക്കാമെന്ന് മുജ്തബ ഖമനേയി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 12 ദിവസത്തെ യുദ്ധത്തെ ഇസ്രായേൽ നടത്തിയ ഗുരുതരമായ തെറ്റായ കണക്കുകൂട്ടൽ എന്നാണ് ഖമനേയി വിശേഷിപ്പിച്ചത്. ഇറാന്റെ ഇസ്ലാമിക വ്യവസ്ഥയെ അട്ടിമറിക്കാനാണ് ഇസ്രായേലും അമേരിക്കയും ശ്രമിച്ചത് എന്നും ഖമനേയി ആരോപിക്കുന്നു. ഇറാന്റെ ദേശീയ ഐക്യം കൂടുതൽ ശക്തമായി മാറുമെന്നും അതേസമയം ശത്രുക്കൾ വരും വർഷങ്ങളിൽ എളിമയുള്ളവരും ശക്തി കുറഞ്ഞവരുമായി മാറുമെന്നും മുജ്തബ ഖമനേയി പ്രവചിക്കുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒന്നിലധികം രാജ്യങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഖത്തർ, UAE, സൗദി അറേബ്യ, ജോർദാൻ എന്നിവ ലക്ഷ്യമിട്ട് ഇറാൻ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇറാനിൽ കുറഞ്ഞത് 201 മരണങ്ങളും 747 പേർക്ക് പരിക്കുമേറ്റിട്ടുമുണ്ട്. ഇസ്രായേലിൽ 9 മരണങ്ങളും 121 പേർക്ക് പരിക്കുമേറ്റു. കുവൈറ്റിൽ 1 മരണവും UAE-യിൽ 3 മരണവും ഇറാഖിൽ 2 മരണവും മരണസംഖ്യയിൽ ഉൾപ്പെടുന്നു. അതേസമയം ഇസ്രായേൽ ഗാസയിൽ മരണം വിതയ്ക്കുന്നത് തുടരുകയുമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗാസ മുനമ്പിൽ 11 പേർ കൊല്ലപ്പെടുകയും 32 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി എൻക്ലേവ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രയേലി സൈനിക പ്രവർത്തനങ്ങൾ ഇവിടെ കൂടുതൽ ശക്തമാകുകയാണ്. ആംബുലൻസിനും സിവിൽ ഡിഫൻസ് ടീമുകൾക്കും അപകടത്തിൽപ്പെട്ടവരുടെ അടുത്ത് എത്താൻ പോലും കഴിയുന്നില്ല. കാരണം തകർന്ന കെട്ടിടങ്ങളിലോ അല്ലെങ്കിൽ തുടർച്ചയായി പോരാട്ടം കാരണം എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിലോ ഇവർ കുടുങ്ങിക്കിടക്കുകയാണ്. തുടർച്ചയായ ബോംബാക്രമണവും പ്രദേശത്തുടനീളം വ്യാപകമായ നാശനഷ്ടങ്ങളും രക്ഷാപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ട്.